Hey, down in front. ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫോ ഒരു ഈവനിങ് വ്ളോഗോ അങ്ങനെയൊക്കെ കാണിക്കണമെന്ന്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ മറന്നു പോകും. അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ പല പ്രാവശ്യവും വ്ളോഗിലാണ് എന്നുള്ള കാര്യം മറന്നു പോയിട്ടുണ്ട്. ഒരുപാട് ടിപ്സ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് എന്തായാലും അതൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഹയ 2 ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നില്ല. ഹയയ്ക്ക് 5ാമത്തെ വയസ്സിലെ വാക്സിൻ എടുത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പനിയും കാലിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവൾ മരുന്നൊക്കെ കുടിച്ചിട്ടൊന്ന് ഉറങ്ങിപ്പോയി വൈകുന്നേരം. പക്ഷേ പള്ളിയിൽ ഡിസംബർ ടൈമാണ്, പ്രാക്ടീസൊക്കെ ഉള്ളത് കാരണം പോകാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് കിടക്കുകയാണ്. നമുക്ക് പോകാം. പക്ഷേ ഹൈക്ക് നടക്കാൻ പറ്റത്തില്ല, കളിക്കാനൊന്നും പറ്റത്തില്ല, അമ്മയുടെ കൂടെ വന്നിരിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ഹയ എഴുന്നേറ്റ് ഞാൻ ഹയയും പോകാനൊക്കെ ആയിട്ട് അങ്ങനെ റെഡിയായി. സാധാരണ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് പള്ളി അടുത്തായത് കാരണം തന്നെ നടന്നാണ് പോവാറ് കേട്ടോ. ആ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നടന്നു പോവും. അപ്പോൾ ഇന്ന് അവൾ പറയുന്നതുകൊണ്ട് എനിക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് വണ്ടിയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ശനിയാഴ്ചയാണ് ഈ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ നമ്മൾക്ക് വേദനയൊന്നും ഇല്ലായിരുന്നു. ഓട്ടവും കളിയും ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് കാല് അനക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങിയത് കേട്ടോ. അപ്പം ഇതുവരെയും അത് ശരിയായി വന്നിട്ടില്ല. എന്നാലും ആദ്യത്തേനേക്കാളുമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 2 ദിവസം വീണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ഞായർ തിങ്കൾ 3 ദിവസമായിട്ടുണ്ട്. 3ാമത്തെ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെയാണ് അവൾ നടക്കുന്നത്. എന്തായാലും വാക്സിനേഷന് പോയതിൻ്റെ അന്ന് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അതും കൂടെ ഇതിലൂടെ ആഡ് ചെയ്യുകയാണേ. എവിടെ പോവാ? എത്ര വയസ്സിലെ ഇഞ്ചക്ഷൻ? കരയോ? കരഞ്ഞ എന്ത് പറ്റും? കരയാതിരുന്ന അതെ. ഹയ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് പോയതാണ് കരയത്തില്ലാന്ന്. എങ്കിലും ഞാൻ വിചാരിച്ചാണ് ബാക്കിയുള്ളവരൊക്കെ കരയുന്ന കേട്ടപ്പോൾ പറയുന്നതായിരിക്കും കരയും എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഭയങ്കര അതിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൾ കരഞ്ഞതേ ഇല്ല. എന്നിട്ട് അവളെ എല്ലാവരുടെ അടുത്തും വിളിച്ചൊക്കെ പറഞ്ഞു ഞാൻ കരയാതിരുന്നു, ഗുഡ് ഗേൾ ആയിരുന്നു, എല്ലാവരും കരഞ്ഞിട്ട് ഞാൻ കരഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. 5 മണിക്കാണ് പള്ളിയിൽ പ്രാക്ടീസ്. ഇന്ന് ഡിസംബർ 10. നമ്മളിന്ന് പള്ളിയിൽ പോവാ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പ്രാക്ടീസിന് വന്നുകൊണ്ടിരിക്കുകയാണ്. 5:15 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പള്ളി ഇതാണ് കേട്ടോ, പുതുകുന്ന് CSI ചർച്ചാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യവും പള്ളിയിൽ സ്റ്റാറൊന്നും ഇടുന്നില്ലേ എന്താന്ന്. ഇതാണ് കാരണം കേട്ടോ, പള്ളിയിൽ പണി നടക്കുന്നത് കാരണമാണ് ഇപ്രാവശ്യവും സ്റ്റാർ ഫെസ്റ്റ് ഒന്നും ഇല്ല. സാധാരണ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഇടുന്ന പള്ളിയാണ് കേട്ടോ പുതുകുന്ന്. അടുത്ത പ്രാവശ്യമൊക്കെ സ്റ്റാർ ഫെസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 6-6:30 ആയപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയൊക്കെ അവിടെ സീരിയലൊക്കെ കാണുന്ന ടൈമാണ്. ഹയ ആണെങ്കിൽ ചില ടൈം കയറി സീരിയൽ കാണാനോ അല്ലെങ്കിൽ കാർട്ടൂൺ വേണമെന്ന് പറഞ്ഞിട്ട് അതിനിടയിൽ ബഹളം ഉണ്ടാക്കും. നമ്മൾ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ എൻ്റർടൈൻമെൻറ്റ്സിന് സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ടൈം ഞാൻ ഹയയുടെ ഓരോ ദിവസത്തെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ ബാൽക്കണിയിൽ കൊണ്ട് ഫുഡ് കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ നമ്മളുടെ സ്റ്റോറി ടൈം അല്ലെങ്കിൽ കുറച്ച് സമയം ആക്ടിവിറ്റീസ് കൊടുത്ത് പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ടൈമാണ് ഞാൻ അപ്പോൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. സ്പെഷ്യലി ഇതൊക്കെ ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൈം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം LKG-യിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം എൻ്റെ അടുത്ത് പങ്കുവെക്കുന്നതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരിക്കും ബസ്സിൽ നിന്ന് ഇറങ്ങി തന്നെ വരുന്നത്. സമയം സ്റ്റഡി ടൈമും സ്റ്റോറി ടൈമും ഒക്കെ ആയിട്ട് മാറ്റിയെടുത്തോണ്ടിരിക്കുകയാണ്. ആക്ടിവിറ്റി അമ്മ പറഞ്ഞു തരാൻ പോവാണ്. ഹയക്ക് അമ്മ ഒരു പുതിയ മാത്സ് നോട്ട് തരും. അതിൽ ONE 1 TWO അതെന്താ മോനെ ഏതുവരെ അറിയാം? ONE 1 ഏതുവരെ അറിയാം? ആ 10 വരെ അമ്മയ്ക്ക് എഴുതി കാണിക്കണം. ഓക്കെ. അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രെയർ ടൈമായി. അതിന് മുന്നേ ഞാൻ ഹൈക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു, അതും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സംഭവം നമ്മൾ പതിവായിട്ട് ചെയ്യുന്നതല്ലല്ലോ, അപ്പോൾ പിന്നെ ഈ സംഭവം മറന്നേ പോയി. അങ്ങനെ ചേട്ടനും ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ ബംബ്ലി മാസ്. ഇവിടെ ഹയയുടെ പപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഈ ബംബ്ലി മാസ്. അത് കാരണം തന്നെ ഒരുപാടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഏറ്റവും പഴുത്തത് നോക്കിയൊക്കെ മുറിക്കാം. ഹൈക്ക് അപ്പം മുറിച്ചു കൊടുക്കാൻ പറഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓമനാൻ്റിയുടെ വീട്ടിൽ നിന്ന് 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഹയ അപ്പം മുറിച്ചാൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞത് കാരണം ഞാൻ ഒരെണ്ണം നല്ല പഴുത്തത് നോക്കിയിട്ട് എടുത്തായിരുന്നേ. നല്ല പിങ്ക് കളറിലുള്ള ബംബിളി മാസായിരുന്നു. പിങ്കും യെല്ലോയും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ള ഈ പിങ്ക് കളറാണ്. അപ്പോൾ ഇത് പൊളിച്ചപ്പോൾ അതിൻ്റെ മണം അടിച്ചപ്പോഴേ ഹയ നല്ല മണമുണ്ട്, ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് സാധാരണ നല്ല പുളിയാണ്, പക്ഷേ ഇത് നല്ല ടേസ്റ്റായിരുന്നു. ഞാനങ്ങനെ അധികം ഈ സാധനം കഴിക്കാറില്ല, എങ്കിലും എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. പിന്നെ ഞാനത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. പിന്നെ ഞാനൊന്ന് തലയൊക്കെ കെട്ടി ഫേസൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഹയ ഈ സമയം പുറത്ത് വെച്ച് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ചിലപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിൽ ഞാൻ വന്ന് ബെഡൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡറുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ ഞാൻ റൂമിൽ കൊണ്ട് വെച്ചിരിക്കും. എനിക്ക് ചിലപ്പോൾ രാത്രി ചെയ്യാനൊക്കെ മൂടുണ്ടെങ്കിൽ ഞാനതെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്തു. പിന്നെ കിടക്കാനുള്ള സ്പേസൊക്കെ റെഡിയാക്കി. അങ്ങനെ ഹയയും മേലൊക്കെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി അവളെ തലയൊക്കെ കെട്ടി വെച്ച് കൊടുത്തു. പിന്നെ എത്ര കിടക്കാൻ വിളിച്ചാലും ഇങ്ങനെ അവൾ കറങ്ങി ഓരോ പരിപാടിയൊക്കെ ചെയ്തിട്ട് കുറേ നല്ല ഉറക്കം വരുമ്പോഴേ വന്ന് കിടക്കാറുള്ളൂ കേട്ടോ. അവരെയും അനുഗ്രഹിക്കണേ, എല്ലാവരെയും കൂടെ ഉണ്ടായിരിക്കണേ, എല്ലാവരെയും കാത്തോണേ, എല്ലാവരെയും സഹായിക്കണേ, പഠിക്കാൻ നല്ല ബുദ്ധിയൊക്കെ തന്നെ കാലേനെയൊക്കെ മാറ്റി. പിന്നെ ഇതാണ് ഹയയുടെ അപ്പുമോനെ എടുത്ത് വെച്ച് പിന്നെ കുറേ നേരം വിശേഷങ്ങളൊക്കെ പറയും. അമ്മയും മോനും തമ്മിലുള്ള വിശേഷങ്ങളായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ കല്യാണത്തിനൊക്കെ മുമ്പേ ഉള്ള എൻ്റെ ടോയാണ്. ഇപ്പം അതാണ് അവളുടെ ഫേവറേറ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളെന്ത് ചെയ്യാൻ പോവാ? ഉറങ്ങാൻ പോവല്ലേ? അമ്മേ ഹയ ഇനി കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് നാളെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? വ്ലോഗ് ഇടുമല്ലോ രാവിലെ എഴുന്നേറ്റ്. അതെ, ഇന്നൊന്നും പോവാൻ പറ്റിയില്ലല്ലോ ഹൈക്ക്. നാളെ എന്തായാലും നമുക്ക് പോണം. കുറേ ദിവസമായി. എത്ര സാറ്റർഡേ ഇഞ്ചക്ഷൻ എടുത്തതാണ് അല്ലേ? 3 days 3 അല്ല 2. മൺഡേ ട്യൂസ്ഡേ അങ്ങനെ 2 ദിവസം പോകാൻ പറ്റിയില്ല. അപ്പം എന്തായാലും നാളെ ഹയ രാവിലെ പോവും. പറ്റുവാണെങ്കിൽ നമ്മൾ നേരത്തെ വ്ലോഗ് ഇടും. ബൈ, ഗുഡ് നൈറ്റ്. ബ്ലൂ അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോയെങ്കിലും അമ്മ മോനെ ഉറക്കാനായിട്ടൊക്കെ അങ്ങനെ കിടത്തിയിട്ടേ ഉള്ളൂ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.